മാങ്കുളം മേഖലയിൽ പുഴയിൽ തുടർച്ചയായി ഉണ്ടാവുന്ന അപകട മരണങ്ങളിൽ ആശങ്ക വർദ്ധിക്കുന്നു. മുങ്ങി മരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യം എന്താണെന്ന് പഠിച്ച് ആശങ്ക പരിഹരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒറ്റനോട്ടത്തിൽ പുഴ ശാന്തമാണ്. പല സ്ഥലത്തും 2 അടിയോ 3 അടിയോ മാത്രമാണ് ആഴം. എന്നിട്ടും എങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ നിരവധി ജീവനാണ് ഈ പുഴയിൽ പൊലിഞ്ഞത്. വ്യാഴാഴ്ച പുഴയിലെ വലിയ പറകൂടി ഭാഗത്ത് 3 വിദ്യാർത്ഥികൾ കൂടി മുങ്ങി മരിച്ചതോടെ നാട്ടുകാരുടെ ഭീതി വർദ്ധിച്ചു. ജീപ്പ് ഡ്രൈവർമാർ പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങിയതെന്നാണ് കുട്ടികൾ പറയുന്നത്. അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയാലേ കൂടുതൽ വ്യക്തത വരുത്താനാകൂ എന്നാണ് പോലീസിന്റെ നിഗമനം. പുഴയിൽ അടിയൊഴുക്കുണ്ടായെന്നും പല സ്ഥലത്തും ചുഴികളുണ്ടെന്നും സ്ഥലപരിചയമില്ലാത്തവർ പുഴയിലിറങ്ങിയാൽ ഇതിൽ അകപ്പെടുമെന്നുമാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഈ പുഴയിൽ 3 പേരാണ് മുങ്ങി മരിച്ചത്. ആകെ മൊത്തം 5 പേര് വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അത് 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റി. 3 പേര് മരണപ്പെട്ടു. ഇതൊരു വളരെ അത്യാഹിതം ആനക്കുളത്തെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായി പോയത്. മാങ്കുളത്ത് വന്ന് അവർ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് അവിടെ നിന്ന് 3 വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. വണ്ടിക്കാർക്ക് പരിചയമില്ലായ്മ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കുട്ടി മരിച്ചതാണ്. അവിടെ തന്നെ ഇറക്കേണ്ടി വന്നത് സാഹചര്യം അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടോ ഡ്രൈവറുടെ പരിചയക്കുറവുണ്ടോ എന്തുകൊണ്ടോ ആണ് ഇങ്ങനെ ഈ അത്യാഹിതം സംഭവിച്ചത്. വനമേഖലയായതിനാൽ ഓഫ് റോഡ് സഫാരിയും പുഴയുടെ ചുറ്റുമുള്ള ഹരിത ഭംഗിയുമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.